എനിക്ക് സാധാരണ കോഫി വിത്ത് പ്രോയേക്കാളും ഒരു പടി കൂടി സന്തോഷമുള്ളൊരു ദിവസമാണെന്ന്. കാരണം മഹേഷിനെ ഞാനങ്ങനെ ഫോളോ ചെയ്യണ ഒരാളാണ്. മഹേഷ് ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഫോളോ ചെയ്യണ ഒരാളാണ്. കാരണം മഹേഷിൻ്റെ ഒരു കരിയറിൽ നിങ്ങൾക്ക് ഇത്തരം ഒരു ഓപ്പൺനെസ് കാണാൻ പറ്റും. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം, മഹേഷ് ഒരുപാട് നല്ല ഡോക്യുമെൻ്ററികൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്, ഫിലിംസ് ഒരുപാട് നല്ലത് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഒരുപാട് സ്റ്റൈലിലുള്ള മേക്കിംഗ് ഉണ്ട്. വിശ്വരൂപം മുതൽ ഉദാഹരണം സുജാത വരെയുള്ള ഒരു സ്പാനും സ്പെക്ട്രവും മഹേഷിൻ്റെ എഡിറ്റിങ്ങിൽ കാണാൻ പറ്റും. ആൻഡ് ഫൈനലി എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ഒരു നല്ല ഡയറക്ടറായിട്ട് ആദ്യത്തെ പടത്തിൽ തന്നെ വളരെ ഗംഭീരമായ ഒരു ടേക്ക് ഓഫ് നടന്നൊരു ഡയറക്ടറുമാണ്. സർ, വിശ്വരൂപം സിനിമയിൽ കമൽ സാറിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നുണ്ടായി. അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് എല്ലാ മേഖലയെക്കുറിച്ച് ഒരുപാട് അറിവുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? എനിക്ക് അതൊരു തിരിച്ച് വേറൊരു ഫിലിം സ്കൂളിലോട്ട് പോകുന്ന പോലെയായിരുന്നു എനിക്ക്. നമുക്ക് വളരെ കംഫർട്ടബിളാണ്. പുള്ളിക്ക് നല്ല രീതിയിലുള്ള ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളതേ എഴുതുള്ളൂ, ആവശ്യമുള്ളതേ എടുക്കുകയുള്ളൂ, ആവശ്യമുള്ളതേ നമ്മളെ കൂടെ എഡിറ്റും ചെയ്യത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ കുറേ അധികം ഫുട്ടേജ് വെച്ച് 3-4 ക്യാമറയിൽ ക്യാപ്ചർ ചെയ്ത് അങ്ങനെ ഉണ്ടാക്കുന്നൊരു പ്രോസസ്സ് ഇല്ല പുള്ളിക്ക്. പേജ് മിനിറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അത് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ആ സോഫ്റ്റ്വെയർ, അതൊരു സോഫ്റ്റ്വെയർ ജനറേറ്റഡ് ലെങ്ത് എന്ന് പറയത്തില്ല, പക്ഷേ ഒരു പേജ് 1 മിനിറ്റ് എന്നുള്ള റഫ് കാൽക്കുലേഷനിലാണ് പോകുന്നത്. പുള്ളിയുടെ ഒരു എഴുത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒരു ആക്ഷൻ സീക്വൻസ് വരെ പുള്ളി എഴുതും. അങ്ങനെ എഴുതുന്ന ഡയറക്ടേഴ്സിനെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം നമ്മളിപ്പം ഓരോ ആക്ഷനും കറക്റ്റായിട്ട് എങ്ങനെ തുടങ്ങുന്നത്, അതിൻ്റെ ട്രാൻസിഷൻ എവിടെയാണ്, ഇതെല്ലാം കൃത്യമായിട്ട് എഴുതുന്ന ഒരാളാണ്. ഒരു ലിമിറ്റഡ് ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ ഇമാജിനേഷനെ കംപ്രസ് ചെയ്യാൻ പുള്ളി ഒരിക്കലും സമ്മതിക്കത്തില്ല. ഇപ്പോൾ എന്താ പറയുക, ഇപ്പം അതിനകത്ത് അഫ്ഗാനിസ്ഥാൻ്റെ പോർഷൻസ് നമ്മൾ ജോർദാനിലും കസാഖിസ്ഥാനിലും ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും മേജർ പോർഷൻസ് എടുത്തിരിക്കുന്ന മദ്രാസിൽ തന്നെയാണ്. അപ്പോൾ അതാണ് ഞാനൊരു പടം തുടങ്ങുന്ന സമയത്ത് ഓക്കെ, ഇത് ഇറാഖിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രശ്നം ഞാനിവിടെ പറയുമ്പോൾ എനിക്കൊരു ഹോസ്പിറ്റൽ ഇവിടെ സെറ്റപ്പ് ചെയ്താലും മതി, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്റ്റീരിയറും കാര്യങ്ങളും എനിക്ക് ഇവിടെയും നോക്കാം, ആലോചിക്കാം, ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഇവിടെയും ചെയ്യാം എന്നുള്ളൊരു ധൈര്യം നമുക്ക് തരുന്നത് പുള്ളിയാണ്. അങ്ങനെ പുള്ളിയെന്ന് വെച്ചാൽ പുള്ളിയിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ടുകളാണ്. അതൊരുപാട് വശങ്ങളുണ്ട്. ഇപ്പം അതിൻ്റെ ഇപ്പം ഈവൻ ഒരു DOP ആയിട്ടുള്ള ഡിസ്കഷനിൽ പോലും നമ്മളൊരു ഒരു ടെറൈൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് വീഴുന്ന കണ്ടീഷൻ തൊട്ട് അവിടുത്തെ ഹ്യൂമിഡിറ്റി തൊട്ട് അവിടുത്തെ മനുഷ്യരുടെ അതായത് ഡ്രസ്സിൽ മാത്രമല്ല അതിനകത്ത് കാര്യം ഇരിക്കുന്നത്. അതിനകത്ത് ആ ഡ്രസ്സ് എന്തുകൊണ്ട് ആ ഭൂപ്രകൃതിക്ക് നമുക്കിപ്പോഴും അറിയില്ല എന്തുകൊണ്ട് ബുർക്ക അറേബ്യൻ നാട്ടുകളിൽ ബുർക്ക ഇടുന്നു. അതൊരു ആ വേഷത്തിന് ഈ പറഞ്ഞ പോലെ മതപരമായ വിഷയം മാത്രമല്ല. അതിനകത്ത് ആ ക്ലൈമറ്റിനനുസരിച്ചിട്ടുള്ള കണ്ടീഷനിലുള്ള ചില വിഷയങ്ങളും കൂടി അതിനകത്ത് വരുന്നുണ്ട്. അത് നമ്മൾ പലപ്പോഴും മറന്നുപോകും ഇത്തരം വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ. അതെല്ലാം പുള്ളി ഒരുപാട് ഡീറ്റെയിൽ നോക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ നിന്ന് സിനിമ ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങളിലും ഇപ്പം ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിൽ പോലും നമുക്ക് കൂടുതൽ ഇൻഫർമേറ്റീവായിട്ട് തോന്നും. അപ്പം ഞാൻ എഡിറ്റിങ്ങിനെ കാണുന്നത് ലൈക്ക് ഐ കൺസിഡർ എഡിറ്റിംഗ് ആസ് എ പാരലൽ സ്ട്രീം ടു റൈറ്റിംഗ് ബേസിക്കലി. ഓക്കെ, അപ്പം റൈറ്റിങ്ങിൻ്റെ ഒരു അതായത് ഇപ്പം ഞാനിപ്പോൾ ഒരു വിഷയം ഡയറക്റ്റ് ചെയ്യാനിരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനിരിക്കുകയാണെങ്കിലോ ഞാൻ അതിൻ്റെ സ്ക്രിപ്റ്റ് തലത്തിൽ നിന്നാണ് ഞാനതിനെ ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഇപ്പം എല്ലാത്തിൻ്റെയും ബേസ് ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും സ്ക്രിപ്റ്റ് തന്നെയാണ്. എൻ്റെ പ്രോസസ്സിൽ എൻ്റെ ഫസ്റ്റ് എഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം ഞാനൊരു ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സിനിമ എഴുതുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് എഡിറ്റിൻ്റെ ടൈം ലൈനോ എന്ത് സാധനവും ഓപ്പൺ ആവുന്നത് ആ ഫസ്റ്റ് ഡ്രാഫ്റ്റ് തന്നെയാണ്. ഞാൻ പറഞ്ഞ ആ ആദ്യത്തെ എഴുതി തന്നെയാണ്. അപ്പം എഡിറ്റിംഗ് സ്റ്റാർട്ട്സ് ഫ്രം ദ ഡേ വെൻ വി സ്റ്റാർട്ട് റൈറ്റിംഗ് ദ സീൻ. അപ്പം അത് കഴിഞ്ഞ് അതെല്ലാവരും ഫോളോ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. അതിനകത്ത് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്, ഒരുപാട് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ട്. ദാറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് ഡയറക്റ്റിംഗ് ആക്ടേഴ്സ് ആൻഡ് ഓൾ. ഇപ്പം ഇന്നത്തെ കാലത്തെ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു കൊളാബറേറ്റീവ് ഫോമാണ്. അതിനകത്ത് ചിലപ്പോൾ ഒരു ഇൻപുട്ട് ചിലപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പെർഫോം ചെയ്യുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോലും നമുക്കൊരു നല്ല രീതിയിൽ വേറെ തരം ഇൻപുട്ട് കിട്ടും. അതിനെ ഉപയോഗിക്കാനാണ് നമ്മളിപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ കൊണ്ടുവരാം, അതിനെങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്യാം. കാരണം സിനിമ കുറേ കൂടെ ഒരേപോലെ ഓർഗാനിക്കുമാണ്, അതിനോടൊപ്പം തന്നെ മെത്തേഡുമായി മാറി. ശരിയാണ്. അപ്പം ഈ ഓർഗാനിക് എന്ന് പറഞ്ഞ ഫോമിന് ഒരുപാട് ഡയമെൻഷനുണ്ട് ഇന്ന് നമ്മൾ കാണുമ്പോൾ. പലരും അതിനെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ സേ ദാറ്റ് ഐ ഡോണ്ട് നീഡ് എ സ്ക്രിപ്റ്റ്
ഫോർ ഷൂട്ടിംഗ്. ഞാൻ ഓർഗാനിക് ആയിട്ടുള്ളൊരു ഫിലിം മേക്കറാണ്. എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് ഐഡിയ മാത്രം മതി. ഐഡിയ ആയിട്ട് ഇപ്പം പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും നമ്മൾ കാണുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് അതാണ്. ഇപ്പം ചില സ്ഥലത്തൊക്കെ നമ്മൾ ഇവാലുവേഷനൊക്കെ പോയി കഴിയുമ്പോൾ കാണുന്നത് കണ്ടിന്യൂറ്റി എക്സസൈസാണ് ഇവാലുവേറ്റ് ചെയ്യാൻ വിളിച്ചിരിക്കുന്നത്. പക്ഷേ നൺ ഓഫ് ദ ഫിലിംസ് ഹാവ് കണ്ടിന്യൂറ്റി. സോ അപ്പം എന്താണ് ബേസിക് കണ്ടിന്യൂറ്റി അറിയാതെ ആദ്യത്തെ എക്സസൈസ് തന്നെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള സിനിമകളാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതിൻ്റെ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ഫിലോസോഫിക്കൽ തലത്തിലാണ് നിൽക്കുന്നത് എന്നാണ് പിള്ളേർ ആൻസർ ചെയ്യുന്നത്. ആ ഫിലോസോഫിക്കൽ തലം എന്ന് പറയുന്ന സാധനം അത് മനസ്സിലാക്കി കിട്ടേണ്ട ആൾ പറയേണ്ടതാണ്, അങ്ങോട്ട് പറയേണ്ടതാണ്. അല്ലാതെ നമ്മൾ അങ്ങോട്ട് നിഷ്കർഷിച്ച് പറയേണ്ടതല്ല, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നതല്ലെന്ന് പറയേണ്ടതല്ല. അത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് കിട്ടേണ്ട. അത് മറന്നു പോകുന്നു പലരും ഇത് വിട്ടിട്ട് ഈ ഒരു എന്താ പറയുക, ഞാനൊരു ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കറാണ്, എൻ്റെ സിനിമകൾക്ക് ഇവൻസിൽ നിന്ന് സിനിമ ഉണ്ടാക്കും, കൊളാബറേറ്റീവായിട്ട് ഞാൻ സിനിമ ഉണ്ടാക്കും എന്നുള്ളൊരു തെറ്റായ ധാരണ പലർക്കും ഉണ്ടാകുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാത്തിൻ്റെയും ബേസ് എന്താണ്? ബേസ് സ്ക്രിപ്റ്റ്, അടിത്തറ സ്ക്രിപ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് ഇല്ലാണ്ട് അറ്റംപ്റ്റ് ചെയ്യുന്ന വർക്കുകളെ ഞാൻ ഒരിക്കലും അംഗീകരിക്കത്തില്ല. നമ്മൾ തുടങ്ങിയിരിക്കുന്ന എല്ലാം നമ്മൾ വെസ്റ്റിൽ നിന്നാണ് ഇത് ഉൾക്കൊണ്ടിരിക്കുന്നത്. സത്യമല്ലേ? സിനിമ ഉൾക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അവിടെ നിന്നാണ്. അപ്പം അവിടുത്തെ ഫോർമാറ്റിലേക്ക് നമ്മളൊന്ന് നോക്കിയാൽ മതി. അവിടെയുള്ള ഏതൊരു ഇൻഡിപെൻഡൻറ്റ് സിനിമയായാലും ഇപ്പം കഴിഞ്ഞ വർഷത്തെ ഓസ്കാർ കിട്ടിയിരിക്കുന്ന പല പടങ്ങളിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പർ ഹീറോ പടങ്ങളുടെ ഒരു സംഭവം അവിടെ കഴിഞ്ഞു. ഇപ്പം വിപ്ലാഷ് എന്ന് പറഞ്ഞ സിനിമയും ഒരു സമയത്ത് വിപ്ലാഷ് എന്ന് പറഞ്ഞ സിനിമ 22 ദിവസമോ 23 ദിവസം കൊണ്ട് എടുത്തൊരു സിനിമയും 12 വർഷം കൊണ്ട് എടുത്തൊരു സിനിമയും ഒരുമിച്ച് ഒരു അവാർഡിന് മത്സരിക്കുകയാണ്, ഒരുമിച്ച് ബെസ്റ്റ് ഡയറക്ടറിന് മത്സരിക്കുകയാണ്. അപ്പം ആ സമയത്ത് ഇത് എത്ര ദിവസം കൊണ്ട് എടുത്തതാണെന്നോ എത്ര കാലത്തെ ഇതുണ്ടെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ഹാർഡ് വർക്ക് എത്രയാണെന്നോ ഒന്നും അല്ല ചിന്തിക്കുന്നത്. കണ്ടൻറ്റിലാണ് അവർ വിശ്വസിക്കുന്നത്. എല്ലാവരും ഓൾ ഫിലിം മേക്കേഴ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോപ്പറായ ഒരു ഷൂട്ടിംഗ് ഡ്രാഫ്റ്റുമായിട്ടാണ് സ്ക്രിപ്റ്റ് ലൊക്കേഷനിലോട്ട് ഇറങ്ങുന്നത്. അതായത് ക്രമേണ കാലങ്ങളായിട്ട് ഇരുന്ന് ഫസ്റ്റ് ഡ്രാഫ്റ്റ്, സെക്കൻഡ് ഡ്രാഫ്റ്റ്, തേർഡ് ഡ്രാഫ്റ്റ്, ഫോർത്ത് ഡ്രാഫ്റ്റ്, അങ്ങനെ ആ ഫൈനൽ ഷൂട്ടിംഗ് ഡ്രാഫ്റ്റ് വരെ എത്തുന്നതിൽ എടുക്കുന്ന അവരുടെ ഒരു പെയിനുണ്ട്. ആ പ്രോസസ്സ് ഇന്ന് ഭൂരിഭാഗം സിനിമ സുഹൃത്തുക്കൾക്ക് നഷ്ടപ്പെട്ടു, സത്യമായിട്ട് നഷ്ടപ്പെട്ടു. കാരണം പലരും ഫസ്റ്റ് ഡ്രാഫ്റ്റ് എന്ന് തന്നെ പറയാൻ പറ്റില്ല, ഒരു ഐഡിയയുമായിട്ടാണ് ഷൂട്ടിംഗ് അറ്റംപ്റ്റ് ചെയ്യുന്നത്. റൈറ്റിംഗ് സ്ട്രക്ചർ പോലെ തന്നെ എഡിറ്റിങ്ങിൽ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കി, ഇന്നതായിരിക്കണം, ഇന്നതാണ്. അപ്പോൾ ടൈം ലൈൻ നോക്കി നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ വരെ വന്നു. ഈ സിനിമ ഇതാണ് എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തി തുടങ്ങി. അവിടെ എത്തുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ സാച്ചുറേഷൻ പോയിൻ്റ് എന്ന് പറഞ്ഞൊരു പോയിൻ്റ് നമ്മൾ ഹിറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. കാരണം എന്നും ഒരേ സാധനത്തിൽ തന്നെ നിൽക്കുകയാണല്ലോ, ഇതിൽ നിന്ന് നമുക്കൊരു വളർച്ച വരുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടാവുന്നത്. പക്ഷേ ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ട്രാൻസിഷൻ പീരീഡാണ് കേട്ടോ. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സമാധാനപരമായിട്ടും ഏറ്റവും നല്ല രീതിയിലും സിനിമ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കേരളം തന്നെയുള്ളൂ. ക്യാമറ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതാണ് വിഷ്വൽ എഫക്ട്സ് കൊണ്ട് അച്ചീവ് ചെയ്യുന്നതെന്നുള്ളൊരു തെറ്റായ ധാരണ നമുക്ക് പലർക്കും ഉണ്ട്. അതല്ല, ഒരു സീക്വൻസ് നമ്മളിപ്പോൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ അതൊരു ഗ്രീൻ സ്ക്രീനാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ക്യാമറ ഹൈറ്റ്, എന്ത് ലെൻസ്, ആംഗിള് വരെ മാർക്ക് ചെയ്ത് പോകണം. അത് പലരും വിട്ടുപോവുക. പോയി അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു പ്ലേറ്റ് എടുക്കണ്ടേ, ലൈറ്റിംഗ് കണ്ടീഷൻ വരെ നോക്കണം. ഇപ്പം ഇവിടുന്ന് വരുന്ന ലൈറ്റിൻ്റെ ഈ കീ ലൈറ്റ് വരുന്നു, ആ ലൈറ്റ് അല്ല ബാക്ക്ഗ്രൗണ്ടിലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അത് ബാക്ക്ഗ്രൗണ്ടിലിരിക്കുന്ന ആൾക്ക്, VFX ചെയ്യുന്ന ആൾക്ക് മാറ്റിയെടുക്കാനൊന്നും പറ്റത്തില്ല. അതാണല്ലോ റിയാലിറ്റി. ആ ക്ലോസ് ടു റിയാലിറ്റി അച്ചീവ് ചെയ്യാനാണ് എപ്പോഴും നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ അതിനാണ് VFX ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പം അൺഇമാജിനബിൾ ആയിട്ടുള്ള ക്യാമറ ആംഗിൾസ് വെക്കുക പലപ്പോഴും പലരും ചെയ്യുന്ന പരിപാടിയാണ്. ഇപ്പം നമ്മൾ ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒരു ആംഗിൾ വെക്കും. അപ്പോൾ ആ ആംഗിൾ വെക്കുന്ന സമയത്ത് നമുക്കറിയാം ഇങ്ങനൊരു ആംഗിൾ ഒരിക്കലും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല, ക്യാമറയ്ക്ക് വിഷ്വൽ ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അത് ഉപയോഗിക്കാതിരിക്കുക. കാരണം നമ്മൾ ക്ലോസ് ടു റിയാലിറ്റിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ. ഫാൻറ്റസി സിനിമകളുടെ കാര്യമല്ല ഞാനീ പറയുന്നത്. ഇപ്പം നമ്മൾ VFXനെ ഏത് നല്ല രീതിയിൽ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ ഗാഡ്ജറ്റ്സിൻ്റെ യൂസ് എന്താ മഹേഷിന് തോന്നിയില്ല? എനിക്ക് അതിനകത്ത് ഈ ഗാഡ്ജറ്റ്സിൻ്റെ നമ്മൾ ഒരു പടത്തിന്, അതായത് ഓരോ പടത്തിനും ആവശ്യത്തിൻ്റെ രീതിക്ക് അനുസരിച്ചിട്ടാണ് ഗാഡ്ജറ്റ്സിനെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പം റെഡ് എന്ന് പറഞ്ഞ ക്യാമറയുടെ നമുക്കറിയാമെന്ന് തോന്നുന്നു അല്ലേ? ഈ ഓക്ലി എന്ന് പറഞ്ഞ ക്യാമറയുടെ ഈ ഗ്ലാസിൻ്റെ ആൾക്കാരാണ് റെഡ് ഉണ്ടാക്കുന്നത്. അറിയോ എത്ര പേർക്ക്? ഒരു സൺഗ്ലാസ് ഉണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. അപ്പോൾ അവരാണ് ഈ ഡേവിഡ് ഫിഞ്ചർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഈ റെഡ് ഉണ്ടാക്കി തുടങ്ങിയത്. ഡേവിഡ് ഫിഞ്ചറും ഇതിൻ്റെ MDയും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ അവർ
സിനിമ മേഖലയിലേക്ക് വരുന്ന സമയത്ത് അവരുടെ റിസർച്ചും, കാരണം അവർക്ക് ലെൻസിൻ്റെ റിസർച്ച് നേരത്തെ ഉള്ളതുകൊണ്ട്, ഈ ഒപ്റ്റിക്കൽ സയൻസിൻ്റെ റിസർച്ച് ഉള്ളതുകൊണ്ട് അവർ പെട്ടെന്ന് ഫിലിം മേക്കിങ്ങിലോട്ട് വരികയാണ്. അപ്പോൾ പുള്ളിയുടെ പടങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സോഷ്യൽ നെറ്റ്വർക്ക് എന്നൊരു പടത്തിനകത്ത് ഒരു ബോട്ട് സീക്വൻസ് ഉണ്ട്. ആ ബോട്ട് സീക്വൻസിൽ വെക്കാനായിട്ട് എത്രയോ പൗണ്ട് കുറഞ്ഞ ഒരു ബോഡി വേണം. അങ്ങനെയാണ് അത്ര എപ്പിക് എന്ന് പറഞ്ഞൊരു ബോഡി ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ ആ പടത്തിന് വേണ്ടി അവരുണ്ടാകും. അപ്പോൾ അത് നമ്മുടെ എഗെയിൻസ്റ്റ് ഒരു ഓർഡർ പോലെയാണ്. നമ്മളിപ്പം സ്പീൽബർഗിൻ്റെ ഒരു പടത്തിന് വേണ്ടിയിട്ട് അവൻ്റെ ഒരു വെർഷൻ ഇറക്കുന്നു, അല്ലെങ്കിൽ ക്യാമറ കൊണ്ട് ഒരു പടം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലഗിൻ ഇറക്കുന്നു എന്നൊക്കെ പറഞ്ഞ പോലെയാണ് അവരങ്ങനെ. അതാണ് ഗാഡ്ജറ്റ്സിൻ്റെ ഉപയോഗം, അതാണ് ആവശ്യം. അത് ഒരു പടത്തിന് വേണ്ടിയിട്ടാണ് അവരുണ്ടാക്കുന്നത്. അത് പിന്നീട് നമ്മളിവിടെ പണ്ട് സൂം ലെൻസ് വന്ന പോലെയാണ്. സൂം ലെൻസ് വന്നത് സൂം ഇട്ട് ആട്ടിപ്പിടിക്കാനല്ല. സൂം ലെൻസ് ആക്ച്വലി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്യുമെൻ്ററി ഫിലിം മേക്കേഴ്സും അല്ലെങ്കിൽ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള കണ്ടീഷൻസിൽ വാറൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യാനായിട്ട് പോകുന്നിടത്ത് 3 ടററ്റുള്ള ക്യാമറ ഉപയോഗിച്ചുകൊണ്ടിരുന്നതിന് പകരം ഒറ്റ ലെൻസ് വെച്ചിട്ട് എല്ലായിടത്തോട്ടും നമ്മൾ മാഗ്നിഫൈ ചെയ്ത് എടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ആ ലെൻസ് വന്നപ്പോൾ തന്നെ നമ്മൾ ആദ്യം ചെയ്തത് ആ റിങ്ങി പിടിച്ച് തിരിച്ചു തുടങ്ങി. അത് ഭയങ്കര മിസ്റ്റേക്കാണ് നമ്മൾ കാണുക. ഇതാണ് നമ്മൾ ഗാഡ്ജറ്റ്സിനെ ഉപയോഗിക്കുന്ന രീതിയുടെ കാര്യമാണ് ഇനി പറയുന്നത്. ഇപ്പം ഹെലിക്യാം എന്ന് പറഞ്ഞൊരു ഒരു റിഗ് വന്നു ഇവിടെ. എല്ലാവരും നമ്മൾ കണ്ടു തുടങ്ങി ഇങ്ങനെ ഒരു ഏരിയൽ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് വളരെ ലോ കോസ്റ്റ് ആയിട്ടുള്ള ക്യാമറകൾ. പിന്നെ എല്ലാ പടവും അതിനകത്ത്, സീനെല്ലാം അതിനകത്ത്. ഇതാണ് തെറ്റായ ഒരു കോൺസെപ്റ്റ് വരുന്നത്. എന്താണ് ആവശ്യം, എന്ത് ഡിമാൻഡ് ചെയ്യുന്നു, എന്ത് ആവശ്യമുണ്ട് എന്നുള്ളത് ആലോചിക്കുന്നില്ല. അതാണ് ഒരു പടത്തിനകത്ത് ലെൻസ് പോലും ചില സമയത്ത് അധികം ആവശ്യമില്ല. ഒരു ലെൻസ് റേഞ്ച് പോലും നമ്മൾ ഒരു ബ്ലോക്കിൽ ചിലപ്പം ചില പടങ്ങൾ ചിലർ പറയാറുണ്ട്, പഴയ ആൾക്കാർ 50, 75 അത്രയും മതി ഈ പടത്തിന്. അതൊരു ഡയറക്ടറുടെയും ക്യാമറമാൻ്റെയും ഡിസിഷനാണ്. അത് മതി, അത് 2 ലെൻസ് ഉണ്ടെങ്കിൽ എനിക്ക് ഈ പടം തീർക്കാം. ഇപ്പോൾ അത് ആൾക്കാർ ഇപ്പോൾ മേക്കിംഗ് നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ സിനിമാറ്റോഗ്രഫി നന്നായിട്ടുണ്ടെന്ന് പ്രേക്ഷകർ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എടുത്ത് പറയുന്ന രീതിയിൽ ആ സിനിമ എത്തിക്കരുതെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. ഐ മീൻ ഒന്നും വേറിട്ട് നിൽക്കരുത്, എല്ലാം ആസ് എ ഹോൾ അത് ഒന്നാവണമെന്ന് മാത്രമാണ്. പക്ഷേ ചിലർ അത് അനുകൂലിക്കാത്തവരുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഇപ്പോൾ റിയലിസ്റ്റിക്കൽ സിനിമ അല്ലെങ്കിൽ ഫോർമലിസ്റ്റിക് സിനിമ ആണെങ്കിൽ അത് ആ സിനിമ ഏത് തീമാണ്, ഏത് സ്റ്റൈലിലാണെന്ന് ബേസ് ചെയ്തിട്ടല്ല ഈ ഇത്തരം കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. എല്ലാത്തിൻ്റെയും ബേസ് കണ്ടൻറ് തന്നെയാണ്. ഇപ്പോൾ കണ്ടൻറ്റിലാണ്, കണ്ടൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ സിനിമോഗ്രാഫിയും എഡിറ്റും ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത്. ആ കണ്ടൻറ്റിൽ നമ്മൾ പലപ്പോഴും നമ്മൾക്ക് കോൺഫിഡൻസ് ഇല്ല. ഫിലിം മേക്കേഴ്സിന് കോൺഫിഡൻസ് ഇല്ലാത്തപ്പോഴാണ് പലപ്പോഴും ഈ പറഞ്ഞ പോലെ ചില രീതിയിലുള്ള ഗിമിക്കുകളിലേക്ക് പോകുന്നത്. ഗിമിക്ക് തന്നെയാണ് ചില സമയത്തുള്ള ചില ലൈറ്റിങ്ങുകളായാലും ചില തരത്തിലുള്ള മ്യൂസിക് പാറ്റേണുകളായാലും ഒക്കെ. നമ്മൾ എന്തിനാണ് ശരിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മുടെ പടങ്ങളിൽ ഉപയോഗിക്കുന്നത്? ഒന്ന് ഈ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, നമ്മളൊരു കാര്യം പറഞ്ഞു, ആ ഒരു കാര്യം മനസ്സിലായി. ഇത് മനസ്സിലായിട്ട് വീണ്ടും മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ അഡീഷണലായിട്ട് ഒരു സ്കോർ ഉണ്ടാക്കുന്നത്, അല്ലേ? അപ്പോൾ ആ സ്കോർ നമ്മൾ എന്താ ചെയ്യുന്നത്? കുറേ കൂടെ സ്ട്രെസ് ചെയ്യുക, ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കുറേ കൂടെ തലയ്ക്കടി കൊടുക്കുന്ന പോലെ അടിച്ച് മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, ഇത് ഇന്നതാണ് പറഞ്ഞത്, മനസ്സിലാക്കിയോ എന്ന് പറഞ്ഞു. അതാണ് ഈ ചേഞ്ച് ഓവർ ഉണ്ടാക്കണം, അതുണ്ടാക്കണം എന്ന് പറഞ്ഞ് പോകുന്നത്. ഇതൊരു തരം കോൺഫിഡൻസ് ഇല്ലായ്മയിൽ നിന്നുണ്ടാകുന്ന പ്രശ്നമാണിത്. ഇപ്പം നമ്മൾ തന്നെ ചില സമയത്ത് സിനിമയൊക്കെ തന്നെ 2-3 വേർഷൻസ് ഉണ്ടാക്കേണ്ടതായിട്ട് വരുന്നു. തിയേറ്ററിക്കൽ ഒരു വേർഷൻ, ഫെസ്റ്റിവലിൽ ഒരു വേർഷൻ, ഇപ്പം വേറൊരു തരം ക്ലാസ്സിലേക്കാണ് പോകുന്നതെങ്കിൽ എല്ലാം കുറച്ചുകൊണ്ട് വേറൊരു വേർഷൻ. സർ, ഒരിക്കൽ ലോഹിതദാസ് സാറ് പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്, പണ്ട് ഞാനൊരു എഴുത്തുകാരനായി മാത്രം എഴുതാനിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വന്നിരുന്നത് കഥാപാത്രങ്ങളും അവരുടെ വികാരങ്ങളും മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു സംവിധായകൻ എന്ന നിലയിൽ ഞാൻ എഴുതാനിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് ഷോട്ടുകളാണ്. അപ്പോൾ ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ സിബി മലയിൽ സാറും അതിനെക്കുറിച്ച് പറഞ്ഞത്, ലോഹി ഒരു സംവിധായകൻ എന്ന നിലയിൽ കടന്നു വന്നപ്പോൾ എഴുത്തിൻ്റെ മേഖല അദ്ദേഹത്തിന് എത്തിപ്പിടിക്കാൻ സാധിക്കുമായിരുന്ന ഉയരങ്ങൾ എത്തിപ്പിടിക്കാൻ സാധിക്കാതെ പോയി എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി. ഇവിടെ ഒരു എഡിറ്റർ എന്ന നിലയിൽ താങ്കൾ എഴുതാനിരിക്കുമ്പോൾ, സംവിധായകൻ എന്ന നിലയിൽ കൂടി എഴുതാനിരിക്കുമ്പോൾ ആ പ്രീവിയസ് എക്സ്പീരിയൻസ് എഴുത്തിനെ ബാധിക്കാറുണ്ടോ? ഇനിയുള്ള കാലത്ത് എഴുത്തുകാരൻ എന്നുള്ളൊരു പദവിയോ സംവിധായകൻ എന്നുള്ളൊരു വേറൊരു പദവിയോ ഇല്ല. എഴുത്തും സംവിധാനവും ഒക്കെ കൊളാബറേറ്റീവായിട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഇപ്പം പണ്ടത്തെ പോലെ ഒരു സീൻ എഴുതുമ്പം സീൻ നമ്പർ 22 വെറുതെ ഒരിടം അല്ലെങ്കിൽ ആളൊഴിഞ്ഞൊരിടം, അങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഇനി പോവില്ല. 2 പേരിരുന്ന് സംസാരിക്കുക. ആ ഡിസ്ക്രിപ്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് അറിയണം.
നമുക്ക് കൂടുതൽ നമ്മൾ വിഷ്വൽ കണ്ട് എഴുതാൻ പറ്റണം. അതുകൊണ്ടാണ് പലപ്പോഴും പല എഴുത്തുകാർക്കും ഞാൻ പറഞ്ഞ കഥാകൃത്തുക്കളായിട്ടുള്ളവരും നോവൽ എഴുത്തുകാരായിട്ട് വരുന്നവർക്കും ഈ തിരക്കഥാ രംഗത്ത് ശോഭിക്കാൻ പറ്റാത്തതിൻ്റെ റീസൺ അതാണ്. കാരണം അവർ കാണുന്ന വിഷ്വലുകൾക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. അവർ ആ വിഷ്വൽ സ്പേസ് പലപ്പോഴും കാണുന്നില്ല. ഇപ്പോൾ ഡയലോഗ് സ്പേസ്, കാരണം നമ്മൾ സിനിമ ഇപ്പം വളരെ കാലങ്ങളായിട്ട് സിനിമ സംഭാഷണങ്ങളിൽ നിന്നും മാറി വിഷ്വലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നത്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സംഭാഷണം ഇപ്പോൾ വലിയ ഭയങ്കര ഘോരം എന്ന് സംസാരിക്കുന്ന ഒരു സ്പേസിലേക്കല്ല ഇപ്പോൾ പോകുന്നത്. അത് ആ കാലം കഴിഞ്ഞു. ഇപ്പോൾ നമ്മളിപ്പോൾ സ്ഥിരം കാണുന്നൊരു ഫോർമാറ്റ് ഉണ്ടായിരുന്നല്ലോ ഒരു ഇടയ്ക്ക് കമേഴ്ഷ്യൽ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഈവൻ MD ആണെങ്കിൽ പോലും എല്ലാം ഇപ്പം ഞാനെപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു വിഷയം, ഇപ്പോൾ MD സാറ് പോലും ഒരു സ്വന്തം ഒരു ഡയറക്ടോറിയൽ ഇതിന് വേണ്ടിയിട്ട് ഒരു കഥ തിരഞ്ഞെടുത്ത സമയത്ത് ഞാൻ പറഞ്ഞ ഒരു ഫെസ്റ്റിവൽ, അതായത് ഒരു കുറച്ചുകൂടി അക്കാഡമിക്കായിട്ടൊരു സിനിമ വേണം പുള്ളിക്ക് ചെയ്യണം എന്ന ആഗ്രഹം തോന്നി പുള്ളി ഒരു കഥ തിരഞ്ഞെടുത്തപ്പോൾ സ്വന്തം കഥയല്ല എടുത്തേ, SK പൊറ്റക്കാരൻ്റെ കടവ എടുത്തേ. എന്താ MDക്ക് കഥയില്ലാത്തതുകൊണ്ടാണോ? അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി പുള്ളിയുടെ കഥകളിൽ ലാക്ക് ചെയ്യുന്നത് ഇമേജറിയാണ്, വിഷ്വൽ ഇമേജറിയാണ് പുള്ളിക്ക് ലാക്ക് ചെയ്യുന്നത്. പുള്ളിയുടെ സ്ട്രെങ്ത് എവിടെയാണ്? സംഭാഷണങ്ങളിലാണ്. സംഭാഷണമല്ല ഒരു ഇൻ്റർനാഷണൽ സിനിമയിലേക്കോ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ സിനിമയിലേക്ക് നമ്മൾ വെക്കുമ്പോൾ സംഭാഷണമല്ല അവിടെ നിൽക്കേണ്ടത് വിഷ്വൽ ഇമാജിനേഷനാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പം എഴുത്തുകാരൻ്റെ മനസ്സിൽ വിഷ്വൽ വരുന്നത്, അത് ഷോർട്ടായിട്ട് വരണം എന്നല്ല ഉദ്ദേശിക്കുന്നത്, വിഷ്വൽ വരുന്നതിൽ തെറ്റില്ല, വിഷ്വൽ വരണം എന്ന് തന്നെയാണ്. ആ വിഷ്വൽ നമ്മൾ അവിടെ കാണുന്ന വിഷ്വലിൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ആ ക്ലാരിറ്റിയാണ് നിങ്ങളെന്ന് പറഞ്ഞ ഫിലിം മേക്കറെ അവസാനം വരെ, നിങ്ങൾ ആ ഫസ്റ്റ് കോപ്പി കാണുന്നവരെ നിങ്ങളുടെ കൺവിക്ഷൻ. ആ കൺവിക്ഷൻ ഇല്ലായ്മയാണ് പലരെയും, ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പോൾ പലപ്പോഴും തോന്നിയിട്ടുള്ളത് സിനിമയുടെ ഫസ്റ്റ് ഫ്രെയിം തൊട്ട് ലാസ്റ്റ് ഫ്രെയിം വരെ മനസ്സിൽ കാണാത്ത ഡയറക്ടേഴ്സിൻ്റെ കൂടെ നമുക്ക് ജോലി ചെയ്യേണ്ടി വരുമ്പോഴാണ് കോൺഫ്ലിക്റ്റുകൾ വരുന്നത്. കാരണം അതാണ് ക്ലാരിറ്റി എന്ന് പറയുന്നത്. ആദ്യത്തെ ആ വിഷ്വൽ ക്ലാരിറ്റി ഇപ്പോൾ റോഷൻ ആൻഡ്രൂസ് എന്ന് പറഞ്ഞൊരു ഫിലിം മേക്കറിലൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ, ഇപ്പം ഈ അടുത്ത് ഈ കായംകുളം കൊച്ചുണ്ടി എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് ശ്രീധർ പ്രസാദ് സാർ എന്നോട് പറഞ്ഞൊരു കമൻ്റ് ഉണ്ട്. പടം ഇത്രയും വാസ്റ്റാണ്, പക്ഷേ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ കറക്റ്റ് ലെങ്ത് ആണല്ലോ, പുള്ളിക്ക് ഒരു വേസ്റ്റേജും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അതാണ് എനിക്ക് തോന്നിയ, അതാണ് പുള്ളിയുടെ ഒരു ക്വാളിറ്റി. പുള്ളി പുള്ളി ചിന്തിക്കുന്ന ആ ക്ലാസിക്കൽ ഫോമിൽ പുള്ളിക്ക് ഒരു മാറ്റവും ഇല്ല. പുള്ളി എന്താണ് ആവശ്യം, ഇതാണ് സാധനം, ഇന്നതാണ് വിഷ്വൽ, ആ ഫ്രെയിം തൊട്ട് ലാസ്റ്റ് ഫ്രെയിം വരെ പുള്ളിയുടെ മനസ്സിലൂടെ ആ സിനിമ പോകുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അതിൻ്റെ ആ ഒരു കൺവിക്ഷനാണ് ഇന്ന് പലർക്കും ലാക്ക് ചെയ്യുന്നത്. ആ കൺവിക്ഷനിലേക്ക് എത്താനാണ് ശ്രമിക്കേണ്ടത്. അത് എഴുത്തിലും കൂടെ ഇൻവോൾവ് ആവുന്ന ഡയറക്ടേഴ്സിനെ കൂടുതൽ കിട്ടത്തുള്ളൂ. ഞാൻ പറഞ്ഞ എഴുത്തുകാരനോടൊപ്പം കണ്ടിന്യൂസ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാർക്കാണ് അത് കൂടുതൽ സ്ട്രോങ് ആയിട്ട് നമുക്ക് ആ ഗ്രിപ്പ് കിട്ടുന്നത്, അതിനുള്ളൊരു തഴക്കം വരുന്നത്. അത് ഇപ്പോൾ പലരും പറഞ്ഞ് കാലങ്ങളായിട്ട് സിനിമ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്കേ അങ്ങനെ ഉണ്ടാവുള്ളൂ. അങ്ങനെയൊന്നുമില്ല. അത് നിങ്ങളൊരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കിയാലും ഫീച്ചർ ഉണ്ടാക്കിയാലും അതിൻ്റെ അവസ്ഥ അത് തന്നെയാണ്, സെയിം അത്. സോ നൈസ്. എനിക്ക് തോന്നുന്നു ഏറ്റവും നമ്മൾ തുടങ്ങിയ പോയിന്റിലേക്ക് തന്നെ തിരിച്ചെത്തുകയും ചെയ്തു അല്ലേ? തിരിച്ചെത്തിയതിൽ എനിക്ക് തോന്നിയത് ഈ സ്ക്രിപ്റ്റിനെ മനസ്സിൽ കാണാൻ പഠിക്കലാണ് പ്രധാനമായ കാര്യം. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ടൂളുകളും, അത് എങ്ങനെ തന്നെ എക്സിബിഷൻ മാറിയാലും, എങ്ങനെ തന്നെ മേക്കിംഗ് ടൂൾസ് മാറിയാലും, മേക്കിംഗ് ക്രാഫ്റ്റ് മാറിയാലും, യു വിൽ ബി സ്റ്റിൽ സ്റ്റോറി ടെല്ലേഴ്സ് ടു ടെൽ എ പ്രോപ്പർ സ്റ്റോറി അല്ലേ? ബാക്കി ടെക്നോളജി എങ്ങനെയൊക്കെ മാറിയാലും. And it was a great time we spent with you. Very nice.